ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കർണാടകയിൽ കല്യാണത്തിന് പോയ വീഡിയോൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും മാറ്റി ഇറങ്ങിയാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഓഡിറ്റോറിയത്തിലാണെന്ന് രാത്രി തലേ ദിവസത്തെ റിസപ്ഷനൊക്കെ ഉള്ളത്. കുറേ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയതാണ്. പക്ഷേ ഓരോരുത്തരായിട്ട് മാറ്റി ഇറങ്ങിയപ്പം ബാക്കി എല്ലാവരെയും കാത്ത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ടീംസ് ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുക കേട്ടോ. കുട്ടികളൊക്കെ സാവധാനം മാറ്റിക്കുകയാണ്. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് പോകണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ കുറച്ച് നേരം വൈകിന് കേട്ടോ. കാരണം എല്ലാവരും മാറ്റി ഇറങ്ങണ്ടേ. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും മാറ്റി ഇറങ്ങിയാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കാം കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പോൾ എല്ലാവരും കാത്ത് നിന്ന് മുഷിഞ്ഞിന് കേട്ടോ ഞങ്ങളെല്ലാവരും. എന്നാലും ഒരുമിച്ച് പോകാമെന്നുള്ളതിൽ തന്നെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. മാമനൊക്കെ പുറത്ത് ഇറങ്ങിയാണ് കേട്ടോ. ഇപ്പോൾ 2 അമ്മായിമാർ ഇറങ്ങിയാണ്. ഇതൊക്കെ അമ്മൂമ്മേൻ്റെ കുടുംബക്കാരാട്ടോ. എൻ്റെ അമ്മൂമ്മേൻ്റെ വീട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണല്ലോ കല്യാണത്തിന് പോയെന്ന് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ മക്കളൊക്കെ വന്ന് ടാറ്റരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ വീഡിയോ എടുക്കണതൊക്കെ. അപ്പോൾ ആൻറ്റി ഞങ്ങളെയും കൂടി എടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടാണ് വന്ന് ഇങ്ങനെ ടാറ്റ തരുന്നതൊക്കെ. അപ്പോൾ നന്ദുമോള് മാറ്റി വരുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും ഇറങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം കല്യാണ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഞങ്ങളും എല്ലാവരും ഒപ്പരാണ് പോണത്. അപ്പോൾ കല്യാണ ചെക്കനും ഒക്കെ ഉണ്ട്. അപ്പോൾ കല്യാണ വീട്ടിലെത്തിയപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിക്കണം. അപ്പോൾ ഇനി ഞങ്ങളും ബാക്കിൽ അങ്ങനെ പോകാൻ വിചാരിച്ച് 1-2 ആൾക്കാർ മാറ്റണേ ഉള്ളൂ. മാറ്റിയവരൊക്കെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ആ ഓഡിറ്റോറിയമൊക്കെ ഒന്ന് കാണാമല്ലോ എന്നുള്ള കാരണം ആദ്യമായിട്ടല്ല ആ നാട്ടിലൊക്കെ കല്യാണത്തിന് പോണത്. അപ്പോൾ മാറ്റി എല്ലാവരും ഇറങ്ങി. എല്ലാവരും വഴിയിൽ എന്താ പറയുന്നത്, കാത്തു നിൽക്കണവരുണ്ട്, മാറ്റിയിട്ട് അല്ലാത്തവരും ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, അതുപോലെയാണ് ഇപ്പം. അപ്പോൾ എല്ലാവരും സംഘം ചേർന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് മാറ്റി ഒരുങ്ങിയതാണ്. എന്താ അവിടുത്തെ സ്ഥിതി ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും പോയി കാണാം. അപ്പം ഇന്ന് ഓഡിറ്റോറിയത്തിലേക്ക് രാത്രി പെണ്ണും കുറച്ച് കൂട്ടരും വരും കേട്ടോ. പെണ്ണിൻ്റെ നാട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട് കുറേ ദൂരം ആയതുകൊണ്ട് ഓരിന്ന് രാത്രി ഓഡിറ്റോറിയത്തിലാണ് വന്ന് താമസിക്കാമെന്ന് പറഞ്ഞേ. അപ്പം കുറച്ച് വണ്ടിക്ക് ആൾ വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓരെയും കാണാം, കല്യാണ പെണ്ണിനെയും കാണാമല്ലോ, ആ ഒരു ഇതിലാണ് പോണത്. അപ്പം മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം എന്ന് ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തേക്ക് വന്നതാട്ടോ. ചേട്ടനൊക്കെ ഓഡിറ്റോറിയത്തിലേക്ക് ഉച്ചയ്ക്ക് എങ്ങാനും പോയിന്. അപ്പോൾ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓൽക്കൊക്കെ അവിടെ പണി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടാൻ വേണ്ടി വന്ന് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ വേണ്ടി പോവാട്ടോ. നല്ല ഹൈവേ റോഡൊക്കെയാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തി ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണേ. അപ്പോഴാണ് അധികം ആൾക്കാരൊന്നും രാത്രിയിൽ ഇങ്ങോട്ട് ഇല്ല എന്ന് മനസ്സിലായത്. കുറച്ച് കുടുംബക്കാർ മാത്രമുള്ളൊരു ഫംഗ്ഷനാട്ടോ തലേ ദിവസം രാത്രിയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കി. അപ്പോഴാണ് ചേട്ടൻ പറയണത് ഇവിടെ നല്ല എന്താ പറയുക മലയാളികളാണ് വെപ്പിനൊക്കെയാണ്. അപ്പോൾ ആരെയും കൂടി ഒന്ന് കാണണമല്ലോ അല്ലേ. അപ്പോൾ അതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലേക്കൊക്കെ പോകാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെക്കനും പെണ്ണിനും ഇരിക്കാനുള്ള സോഫ സെറ്റൊക്കെ അടിപൊളിയായിട്ട് റെഡിയാണ്. അപ്പോൾ അതിൽ കുഞ്ഞുവാവനെ കൊണ്ടുപോയി ഇരുത്തിയതാട്ടോ. നന്ദുമോളും എല്ലാവരും കൂടി ഫോട്ടോയ്ക്ക് എടുക്കാനും ഒക്കെയാണ്. അപ്പം പറഞ്ഞാൽ ഇപ്പോൾ വരാം ഫോട്ടോ എടുക്കാനായിരുന്നു. അത് കുറേ നേരമായി ഫോട്ടോ എടുക്ക് പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തരാ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് പോയി വെക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ നാളേക്കുള്ള വെള്ളം കുപ്പികളൊക്കെയാണ് കേട്ടോ കൊണ്ടുവച്ചതൊക്കെ. അപ്പം ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ്. കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാനേ പറ്റുള്ളൂ കേട്ടോ. വലിയ ഓഡിറ്റോറിയം ഒന്നുമല്ല, ചെറിയൊരു ഓഡിറ്റോറിയമാണ്. അങ്ങനെ ഞങ്ങൾ അടുക്കളയിലേക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയപ്പോൾ അഞ്ചേട്ടൻ പറയുന്നുണ്ട്. അഞ്ചേട്ടൻ ഉച്ച മുതലേ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഓലായിട്ട് ഭയങ്കര കമ്പനിയായി എല്ലാവരെയായിട്ടും. പിന്നെ ഈ വെള്ള ഷർട്ടിട്ട ആൾ വർത്താനൊക്കെ മലയാളത്തിൽ തന്നെ പറയുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കന്നഡ തന്നെയാണ് പറയുന്നത് തോന്നുന്നുണ്ട്. തെലുങ്കാണോ അവിടെ ഭാഷ, അതൊന്നും എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ. അപ്പം ഒരു തക്കാളിയൊക്കെ മുറിക്കുന്നത് എല്ലാം ഞാൻ ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ. ചിക്കൻ പൊരിക്കുന്നുണ്ട് ഒരു കൂട്ടർ ചിക്കൻ കുഴയ്ക്കുന്നുണ്ട്. അങ്ങനെ ആയിട്ട് ഓരോ പണിയിലാട്ടോ. നാളേക്ക് ചിക്കൻ പൊരിച്ച ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചിക്കൻ പൊരിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാടുണ്ട് സംഭവം പൊരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ വീഡിയോ എടുത്ത് ബാക്കി കുഴച്ച് വെച്ചത് ചെമ്പിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഒരുപാടുണ്ട് മസാല കുഴച്ച് വെച്ചതൊക്കെ. ഇതൊക്കെ ഇനി എപ്പം പൊരിച്ചെടുക്കുന്നതാണ്. രാവിലെ ആകുമ്പോഴേക്കും ഇതാവും വേണ്ടേ. അപ്പം 2 ചെമ്പിൽ നിറയെ കോഴി എന്താ പറയുക മസാല പുരട്ടി വെച്ചതുണ്ട്. ഇതൊക്കെ ഇനി പൊരിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു താത്ത വേറൊരു പണിയിൽ, അവിടെ വേറെ കിച്ചണിൽ വേറെ പണിയിൽ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ രാത്രിത്തേക്കുള്ള നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് തിരക്ക് തന്നെയാണെന്ന് പറയാമല്ലോ.
പിന്നെ കുറച്ച് കോഴി പാർട്സ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കോഴീൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരട്ടിയ പോലെ ഉണ്ടാക്കിയിട്ട് അതാണ് ഇന്ന് രാത്രിക്ക് നെയ്ച്ചോറിലേക്ക് എന്ന് പറയുന്നുണ്ട് ചേട്ടൻ. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണമല്ലോ. അപ്പം ചേട്ടൻ പറഞ്ഞ് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട. കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത്. പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റസ്ക് ആണ് കേട്ടോ അത്. നമുക്ക് റസ്ക് പായസമാണ് നാളെ കല്യാണത്തിന്. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞ് വന്ന് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ വന്ന് ഇരുന്നതാണ് കേട്ടോ ഞാനൊക്കെ. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാട്ടോ. നമ്മളെ നാട്ടിലാണെങ്കിൽ അടുക്കളയിലൊക്കെ പോയി ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു മടിയാണ്. ഇവിടെ വന്നപ്പോൾ പിന്നെ നമ്മൾ അറിയുന്നവരാരും ഇല്ലല്ലോ അല്ലാതെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ വേഗം അടുക്കളയിലേക്കൊന്ന് കയറിയതാണ്. അങ്ങനെ ഇതാ പെണ്ണിൻ്റെ ടീംസ് വന്നു കേട്ടോ. അപ്പോൾ പെണ്ണിനെ നേരെ ഇതാ സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തി ചെക്കനും വന്ന് ഇരുന്നു കേട്ടോ. അപ്പോൾ അത് ചെക്കൻ്റെ ചേച്ചിമാരാണ് കേട്ടോ. ഈ മഞ്ഞ ചുരിദാറും ആ പച്ച ചുരിദാർ ഇട്ടതൊക്കെ ചെക്കൻ്റെ ചേച്ചിമാരാണ്. അതായത് ഞങ്ങളെ കുടുംബം ചേച്ചി മഞ്ഞ പിന്നെ എൻ്റെ മൂത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിന്ന് തന്നെയാണ് വിളിക്കൽ. മറ്റേ രണ്ടാൾക്കാരും ഓരൊക്കെ എൻ്റെ വയസ്സിൻ്റെ ഇളയതാണ്, അതുകൊണ്ട് ഞാൻ ഓരോ പേര് തന്നെയാണ് വിളിക്കൽ. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ സമയമായപ്പം പോയി ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ള ഞങ്ങളും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരും എല്ലാവരും ഇരുന്ന് കേട്ടോ. ഒപ്പരാണ് എല്ലാവരും ഇരുന്നത്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും കോഴിയാണ് രാത്രി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഇവിടുത്തെ നെയ്ച്ചോറും കോഴി എന്താ ടേസ്റ്റ് എന്നൊന്നും അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവിടുത്തെ പാത്രത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ. നമ്മളെ കഴുങ്ങും തോട്ടത്തിൽ നമ്മളെ പാളേൻ്റെ പാത്രം ഇട്ടത്. ഇവിടെ കല്യാണത്തിനും തലേന്നും ഒക്കെ ഇത് തന്നെ. ഇത്രമാത്രം തോട്ടങ്ങളുള്ള സ്ഥലമാവുമായിരിക്കും ഇതല്ലേ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പാത്രം എന്നൊക്കെ ഇങ്ങനെ വർത്താനം പറയട്ടെ ഞങ്ങളെല്ലാവരും. സംഭവം അടിപൊളിയായിട്ട്, എന്നാലും കഴുകി ഉപയോഗിക്കണം. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ മെഷീനിൽ അങ്ങനെ പ്രസ് ചെയ്ത് വരുന്ന സംഭവങ്ങളല്ലേ. അപ്പം പാള കണ്ടപ്പം ഭയങ്കര സന്തോഷം കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ ഒരു യൂട്യൂബിൽ ഇതേപോലെ വീഡിയോസായിട്ട് കണ്ടിരുന്നല്ലാണ്ട് ഈ സംഭവം നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കണ്ടപ്പം ഭയങ്കര ഒരു അത്ഭുതം പോലെ തന്നെ കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ അതാ ചിക്കൻ്റെ ഇതും വന്നത്, പപ്പടം ഉണ്ട്, നെയ്ച്ചോറുണ്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് കറി എന്താ വെച്ചാൽ ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും വന്ന്, ലിവർ ഫ്രൈ വന്ന്, സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വിചാരിച്ച പോലെ ഒന്നല്ല, അത്യാവശ്യം കഴിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങാനൊക്കെ ഉള്ള പരിപാടിയിലാണ്. കുറേ നേരം അവിടെയൊക്കെ നിന്ന് കേട്ടോ. പിന്നെ അതൊന്നും ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. മൊത്തത്തിലെടുത്ത് ഇങ്ങനെ ബോറടി ആക്കണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ. കാരണം സമയം ഇപ്പോൾ 10:30 മണിയായിനെ. ഇനിയിപ്പോൾ നാളെ കല്യാണം നേരത്തെയാണ്. അപ്പോൾ ഒരു 4 മണിക്കെങ്കിലും എല്ലാവരോടും എഴുന്നേൽക്കാനൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പ്ലാൻ ഇട്ടത്. പക്ഷേ നാളെ 4 മണിക്ക് എഴുന്നേൽക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അലാറം വെച്ച് കിടക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആരും അലാറം വെച്ചിട്ട് എണീക്കണ ഒരു മട്ടും പാവമൊന്നും തോന്നിയില്ല. കാരണം ബസ്സിൽ വന്ന ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പകലൊന്നും അങ്ങനെ ആരും കിടന്നിട്ടൊന്നും ഇല്ലല്ലോ. മക്കളൊക്കെ ഒന്ന് കിടന്നുറങ്ങിയെന്നല്ലാതെ ഞങ്ങൾ വലിയവരാരും അങ്ങനെ വല്ലാതെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഒന്ന് ലേശം ഒന്ന് കിടന്ന് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാ കല്യാണ മണ്ഡപമൊക്കെ നാളേക്കുള്ളത് ഉഷാറാക്കിയിട്ട് വെൽക്കം ഒക്കെ അടിപൊളിയാക്കി സെറ്റാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് പോണ പോക്കിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നാളെ കല്യാണ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അടിപൊളി വീഡിയോസാണ്. അപ്പോൾ നമ്മളെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങളെല്ലാവരും രാത്രി ഇതാ വീട്ടിലേക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള പോക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും മതിയായി കേട്ടോ നടന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.